പറഞ്ഞത് പബ്ലിക് പ്ലേസാ, വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. അല്ലേലും വൃത്തിയോടൊന്നും കാണിക്കണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ? ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ? ഇത് ചുമ്മാ വേഷം കിട്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് കിടക്കണം. എന്റെ ദേവി, ഈ അറുബിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് പോലെ ഞാൻ ഇന്നിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനിവിടെ അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേരാളൊരു സംഭവം. വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MDക്ക് നീ വെളിയിലായിരിക്കും പഠിക്കുക. Oh my God! വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്.